ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് താമസിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുറച്ച് ചെലവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോകാം. അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലി ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് ഫാമിലിയെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഫാമിലിയെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഷെൽട്ടർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലിയെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ അന്വേഷിക്കും. ഈ ഒരു സാഹചര്യത്തിൽ അക്കോമഡേഷൻ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ റെന്റിന് എടുത്താലും റെന്റ് നല്ല കൂടുതലാണ്. അപ്പം അതുകൊണ്ട് റെന്റിന് താമസിക്കുന്ന കുറെ ആളുകൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് സ്വന്തമായിട്ട് ആ വീട് വാങ്ങിച്ചാലോ എന്ന് പ്ലാൻ ചെയ്യും. അത്യാവശ്യം ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇടാനായിട്ടുള്ളവർ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കും. കാരണം റെന്റിന്റെ സെയിം തുക തന്നെ ആയിരിക്കും മോർഗേജിനും അടയ്ക്കുന്നത്. അപ്പം ഏകദേശം സെയിം ആണല്ലോ എന്ന് കരുതും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമാണല്ലോ എന്നും കരുതാം. അപ്പം അതുകൊണ്ട് കൂടുതൽ പേരും സ്വന്തമായിട്ട് എടുക്കാൻ നോക്കും. ആദ്യമേ ഫാമിലിയെ കൊണ്ടുവരുമ്പോഴല്ല, അവർ വന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. സോ ആദ്യത്തെ ഒരു വലിയ ചെലവെന്ന് പറയുന്നത് ഈ റെന്റ് അല്ലെങ്കിൽ മോർഗേജ് ആണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക വീടുകൾക്കും നാട്ടിൽ ഒരു 1,00,000 മുകളിലാവും. അതേപോലെ തന്നെ മോർഗേജും ഏകദേശം അതിന് ഈ 1,00,000 മുകളിലാവും. ഇതൊരു ഏകദേശ കണക്കാണ് പറഞ്ഞത്. സോ റെന്റ് അല്ലെങ്കിൽ മോർഗേജ്, അതാണ് ഫസ്റ്റ് നമ്മുടെ ചെലവെന്ന് പറയുന്നത്. പിന്നെ ഫാമിലി വന്നു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യമായിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. കാരണം ഇവിടെയൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു കാറെങ്കിലും വേണം, ഇല്ലാതെ പറ്റത്തില്ല. അപ്പം ആ ഒരു കാർ എടുക്കുമ്പോഴത്തേക്ക് ഫുൾ പേയ്മെന്റ് മിക്കവരും ചെയ്യാറില്ല. അപ്പം ഫുൾ പേയ്മെന്റ് ഇല്ലാത്തവര് ലോൺ എടുക്കും. അപ്പൊ ആ ഒരു ലോൺ പേയ്മെന്റ്, അതേപോലെ തന്നെ കാറിന്റെ ഇൻഷുറൻസ്. അപ്പം ചിലര് മന്ത്ലി കാർ ഇൻഷുറൻസിന്റെ പേയ്മെന്റ് ചെയ്യും, ചിലര് ഇയർലി ആയിരിക്കും. സോ അപ്പം അതാണ് അടുത്തത്. അപ്പം ലോണിന്റെ പേയ്മെന്റ്, അതേപോലെ തന്നെ ഇൻഷുറൻസ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്. അത് ഓരോരുത്തർ ചൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി പോലെ ഇരിക്കും. നമ്മൾ ഈ ഫോണിന്റെ സിം ഒക്കെ ചൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ചൂസ് ചെയ്യുന്നത്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഇലക്ട്രിസിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അതിന്റെ റേറ്റ് പോകുന്നത്. അപ്പം ഇത് ഡയറക്റ്റ് ഡെബിറ്റ് വഴി അടയ്ക്കാം, അല്ലാതെ അടയ്ക്കാം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ബിന്നിന്റെ എമൗണ്ട് ആണ്. അത് നമ്മൾ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു ബിന്ന് അവര് വന്ന് വേസ്റ്റ് ഒക്കെ എടുത്തോണ്ട് പോകുന്നതിനുള്ള ഒരു എമൗണ്ട് ആണ്. അപ്പം അതും നമ്മൾ പേ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അപ്പം ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു എമൗണ്ട് ഉണ്ട്. അത് ഇയർലി ആയിട്ടും പേ ചെയ്യാം, മന്ത്ലി ആയിട്ടും പേ ചെയ്യാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. പക്ഷെ അതിന്റെ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. പിന്നെ ഉള്ളത് വൈഫൈ ബില്ലാണ്. മിക്ക വീടുകളിലും വൈഫൈ ഉണ്ട്. വൈഫൈ ഇല്ലാത്ത വീടുകളൊക്കെ അയർലൻഡിൽ ചുരുക്കമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിൽ വൈഫൈ ഉണ്ട്. കാരണം ചില സ്ഥലങ്ങളിലൊന്നും റേഞ്ച് അത്ര കിട്ടത്തില്ല ഇപ്പൊ നമ്മുടെ സിമ്മിനൊന്നും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു ഏരിയയിൽ, ആ വീട്ടില് ഏതിനാണ് റേഞ്ച് എന്നൊക്കെ നോക്കി കൂടുതൽ പേരും വൈഫൈ എടുക്കുന്നുണ്ട്. അപ്പം വൈഫൈക്ക് ഒരു എമൗണ്ട് ആവും. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന വൈഫൈ പോലെ ഇരിക്കും. എയറിന്റെ വൈഫൈ ഉണ്ട്, വോഡഫോണിന്റെ വൈഫൈ ഉണ്ട്, അങ്ങനെ വൈഫൈകൾ പലതുണ്ട്. അപ്പം റേറ്റ് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതൊരു വൈഫൈ ആണേലും അതിന്റെ ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പവർ കുറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ ആ ഒരു കോൺട്രാക്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വൈഫൈ ഒക്കെ ചൂസ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഗ്രോസറീസ് ആണ്. ഇപ്പം ഗ്രോസറീസിനൊക്കെ റേറ്റ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം അയർലൻഡിലും കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് റേറ്റ് കൂടുതലാണ്. നേരത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് റേറ്റ് കുറവുള്ളൊരു സ്ഥലമായിരുന്നു അയർലൻഡ്. പക്ഷെ ഇപ്പം നേരെ മറിച്ചാണ് കാര്യങ്ങൾ. സോ ഗ്രോസറീസിനൊക്കെ ഒരു നല്ല എമൗണ്ട് ആവും. അത് ഫാമിലി വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പം യൂസ് ചെയ്യുന്നതിന് ഡബിളോ ത്രിബിളോ ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ചെലവും കൂടെ വരുന്നുണ്ട്. സോ ഇതൊക്കെ നോർമലി നിങ്ങൾക്ക് സാലറി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മന്തില് നിങ്ങൾക്ക് വരുന്ന ചെലവുകളാണ്. പിന്നെ അതല്ലാതെ നമ്മളിപ്പോ എന്തെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിന്റെ എക്സ്ട്രാ എമൗണ്ട്സ് പോവും. അതേപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ പെട്രോൾ ചാർജ് അല്ലെങ്കിൽ ഡീസൽ ചാർജ്, അപ്പൊ അങ്ങനെ അതിന്റെ എമൗണ്ട് പോവും. സോ അത് നമ്മുടെ ബാക്കിയുള്ള ചെലവുകൾ അനുസരിച്ച് ഇങ്ങനെ കൂടി കൂടി വരും.
അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഒരു വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാകാവുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ചെലവുകളാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.